അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് ടെൻഷന് കൊണ്ട് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി വലിയ സന്തോഷങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് ടെൻഷന് മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ടെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിൽ നമുക്കൊരു ഫത്ഹ് ഉണ്ടാകണം. എന്തെങ്കിലും ഒരു വിഷയത്തിലാണ് ടെൻഷൻ, അല്ലെങ്കിൽ കടം കൊണ്ട് ജപ്തിയുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിലാണ് ടെൻഷൻ. ആ ടെൻഷൻ മാറുക എന്ന് പറയുന്നത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ചുരുക്കം. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ അത് കാരണമാകും. അതാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കും. ടെൻഷൻ മാറാൻ നമ്മൾ കൃത്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അള്ളാഹുവേ ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ നീ പുറത്തു തരണമേ എന്ന് റബ്ബിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുക. അതിനേക്കാളും നല്ലൊരു വഴി മറ്റൊന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എപ്പോഴും ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ടെൻഷനുകൾ പരമാവധി അള്ളാഹു മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഒരായത്ത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, വളരെ വലിയ മഹത്വമുള്ള ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ കാരണമായ ഒരു ആയത്താണ് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമ്മൾ ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെച്ച് നമുക്കൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. നാളെയാണ് പ്രശ്നം നടക്കുന്നത്, അതിന് പരിഹാരം ഉണ്ടാകണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്നു. റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞു പറയാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നു. ഈ തയ്യാറാകുമ്പോൾ മാനസികമായും ശാരീരികമായും നമ്മൾ ഇത്തരം വിഷയത്തിലേക്ക് തയ്യാറാകണം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വെറും മാനസികമായിട്ട് ഇതൊന്ന് മാറിക്കിട്ടണം എന്ന് മാത്രം ചിന്തിച്ച് ശാരീരികമായി ഇതിലേക്കൊരു ഉന്മേഷം കാണിക്കാത്ത അവസ്ഥയാണെങ്കിൽ അതിന് ഫലം കിട്ടണമെന്നില്ലല്ലോ. ശാരീരികവും മാനസികവുമായിട്ട് നമ്മൾ ഇതിനൊരുങ്ങി ഈ കർമ്മത്തിന് വേണ്ടി നമ്മൾ റെഡിയായിട്ട് നിൽക്കുക. പ്രിയപ്പെട്ടവർ, ഒരു ദിവസം നമ്മൾ ഈ ടെൻഷൻ മാറാൻ വേണ്ടി കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരിക. ഫ്രഷായിട്ട് വന്നിട്ട് നല്ല വസ്ത്രം ധരിച്ച്, പറ്റാമെങ്കിൽ വെളുത്ത ഡ്രസ്സ് തന്നെ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നിട്ട് നല്ല ഡ്രസ്സ് ധരിച്ച് അത്തറൊക്കെ പൂശി നമ്മൾ 2 റക്അത്ത് അള്ളാഹുവിലേക്ക് സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ സുന്നത്ത് നിസ്കാരത്തിൽ ഹാജത്ത് വിടാൻ, എൻ്റെ ആഗ്രഹം നിറവേറാൻ, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ എന്ന് കരുതി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് പോലെ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന ഈ ആയത്ത് ഓതേണ്ടത് 1153 1153 പ്രാവശ്യമാണ് ഈ ആയത്ത് നമ്മൾ ചൊല്ലേണ്ടത്. ഈ ആയത്ത് ചൊല്ലുമ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ബൈത്ത് അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് പോലെ ഈ ആയത്തോതുന്നതിൻ്റെ ഇടക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബൈത്തും ചൊല്ലണം. അങ്ങനെ ഒരു കൃത്യമായ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ പറയുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രയാസത്തിൽ നിന്ന്, ടെൻഷനിൽ നിന്ന് അള്ളാഹു നമ്മെ മാറ്റിത്തരുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സ്ഥാപനത്തിൽ വർക്ക് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് അരോസരായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും. അതൊക്കെ ക്ഷമിക്കുക, വിഷയത്തിലേക്ക് മാത്രം ശ്രദ്ധ ഊന്നുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന ഈ ആയത്ത് നമ്മൾ 1153 പ്രാവശ്യമാണ് ചൊല്ലാൻ പറഞ്ഞത്. ഈ 1153 പ്രാവശ്യം ചൊല്ലാൻ ആദ്യം ഒരായത്ത് നമ്മൾ ചൊല്ലുന്നു. ആ ഒരായത്ത് ചൊല്ലിയതിന് ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന ഈ ബൈത്ത് ഇതൊരു പ്രാവശ്യം ചൊല്ലുന്നു. മനസ്സിലായല്ലോ? ഒരു പ്രാവശ്യം ചൊല്ലുന്നു. വീണ്ടും നമ്മൾ ഒരായത്ത് ഓതുന്നു, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. ഖിബിലക്ക് മുന്നിട്ട് അതേ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലാണ് നമ്മൾ ചൊല്ലേണ്ടത്. അങ്ങനെ ആയത്തോതി വീണ്ടും ഈ ബൈത്ത് ഒരു പ്രാവശ്യം ചൊല്ലും. പിന്നെ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന് 50 ആകുന്നത് വരെ ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. 50 ആയാൽ വീണ്ടും ഈ ബൈത്ത് നമ്മളിടക്ക് ചൊല്ലുക. ഓക്കെ,
ഇപ്പോൾ 50 പൂർത്തിയായി, വീണ്ടും ആയത്ത് ചൊല്ലുക. എന്നിട്ട് 100 പൂർത്തിയായാൽ നമ്മൾ വീണ്ടും എന്ത് ചെല്ലുക? ഈ ബൈത്ത് ചൊല്ലുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ. ഈ 100 പൂർത്തിയായിട്ട് നമ്മൾ ഈ ബൈത്ത് ചൊല്ലിയാൽ പിന്നെ ഓരോ നൂറിലും നമ്മൾ എന്ത് ചെയ്യുക? ഈ ബൈത്ത് ചൊല്ലുക. ഇടയ്ക്ക് ഓരോ 100 അപ്പോൾ 200 പൂർത്തിയായി, 300 പൂർത്തിയായി, 400 പൂർത്തിയായി. ആ പൂർത്തിയാകുമ്പോൾ ഒരു പ്രാവശ്യം ഈ ബൈത്ത് ചൊല്ലുക. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെ 1153 പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത്. അങ്ങനെ ഈ ബൈത്തും ചൊല്ലി പൂർത്തീകരിച്ച് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് കരഞ്ഞ് ചോദിക്കും, അള്ളാഹ്, എൻ്റെ ഈ നാളെ നടക്കേണ്ട ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം, എൻ്റെ ഈ ടെൻഷൻ അള്ളാഹുവെ നീ എനിക്ക് മാറ്റിത്തരണം അള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് പറഞ്ഞു നോക്ക്. എൻ്റെ ഈ വാക്ക് നിങ്ങൾ അന്വർത്ഥമാകുന്ന രീതിയിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും. ആ പ്രശ്നത്തിന് അള്ളാഹ് എനിക്ക് പരിഹാരം തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയും. അത്രത്തോളം ഫലം ചെയ്യും, ഒരു സംശയമില്ല. ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളും ടെൻഷനും എല്ലാം മാറ്റി വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്നീ അവസരത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനുള്ള എണ്ണ, വെരിക്കോസ് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഒരു സഹോദരിയുടെ അനുഭവം ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. വെരിക്കോസ് മാറിയ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച വെരിക്കോസ് ഓയിൽ, മൈഗ്രെയിൻ, തലവേദന മാറ്റിയ നല്ല എണ്ണ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ള ആളുകൾ താരൻ മാറാൻ, മുടി കൊഴിച്ചിൽ മാറാൻ, മുടി പൊട്ടിപ്പോകുന്നത് മാറാൻ, നര മാറിയ അനുഭവങ്ങൾ വരെ നമുക്ക് മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവരുടെ അനുഭവങ്ങൾ എൻ്റെ വീഡിയോയിൽ പറ്റാവുന്നെങ്കിൽ കൊടുക്കും. തീർച്ചയായിട്ടും ഈ നരയൊക്കെ മാറാൻ കുറച്ച് സമയമെടുക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പോൾ ഒരു ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ടൊന്നും മാറണമെന്നില്ല. അവർ ഏകദേശം 6 മാസക്കാലമായി നമ്മുടെ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഓരോ ബോട്ടിൽ തീരുമ്പോൾ ഓരോ ബോട്ടിൽ ഇങ്ങനെ ഉപയോഗിച്ച് അവസാനം നരയിൽ മാറ്റം വന്നു, മുടി കൊഴിച്ചിൽ മാറ്റം വന്നു. ഇന്ന് നല്ല അടിപൊളി മുടിയാണ്, പ്രയാസങ്ങൾ മാറിയെന്ന് ആ പ്രിയപ്പെട്ട കുടുംബം നമ്മോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച് നമ്മുടെ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ മറ്റോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും കൊറിയറായിട്ട് നിങ്ങളുടെ നാടുകളിലേക്ക് അത് അയച്ചു തരും. അതുകൊണ്ട് അക്കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. വലിയ സന്തോഷങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ട നല്ല മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാൻ. ഒരു സ്ഥലത്തും നീ ഞങ്ങളാരെയും പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. റബ്ബെ, കടങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ജപ്തിയുടെ അവസ്ഥയിലെത്തി പ്രയാസപ്പെടുന്നവരുണ്ട്. ഗ്രൂപ്പുകളിൽ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും മാറ്റി സാമ്പത്തികമായ ഭദ്രത എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ എന്നീ അവസരത്തിൽ ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ നിങ്ങളെ തൈലുണ്ടല്ലോ, നമ്മളെ മുടി തേക്കണ എണ്ണ വളരെ ഫലപ്രദമാണ് കേട്ടോ. ഭാര്യൻ്റെ നിരക്കും അതേമാതിരി മുടി കഴിച്ചിട്ടൊക്കെ ഭയങ്കര പ്രതിവിധി ഉണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്. പിന്നെ നമുക്ക് നേരം ഇതുണ്ട്, വെരിക്കോസിനെ പറ്റിയ തൈലത്തിനെ പറ്റി നിങ്ങൾ വിട്ടാണ്. വെരിക്കോസിൻ്റെ എണ്ണ നിങ്ങളെ പരസ്യത്തിനെ കണ്ടപ്പോൾ എൻ്റെ റേറ്റും ഇതൊക്കെ ഒന്ന് വിളിട്ടു.